നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യാത്രാബത്തയിലും ക്ഷേമബത്തയിലും അഴിമതി നടത്തിയെന്നാരോപിച്ച് കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി നാട്ടിക പഞ്ചായത്തിന് മുൻപിൽ പ്രതിഷേധ സമരം നടത്തി. കെപിസിസി സെക്രട്ടറി ജോൺ ഡാനിയൽ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസിന് 5 അംഗങ്ങളും സിപിഎമ്മിന് 6, UDF 6, BJPക്ക് 3. സ്വാഭാവികമായി BJPയുടെ പിന്തുണയോടുകൂടി പഞ്ചായത്ത് ഭരിക്കുന്ന CPM-നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. BJPയുമായി ഒരു കൂട്ടുകെട്ടില്ല എന്നൊക്കെ CPM നാഴികയ്ക്ക് 40 വട്ടം പറയുമ്പോഴും അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി BJPയുമായി കൂട്ടുകൂടുന്നതിന് ഒരു നാണക്കേടോ ആശയപരമായ പ്രത്യയശാസ്ത്രപരമായ ഒരു പ്രശ്നമോ ഉന്നയിക്കാതെ BJPയുടെ പിന്തുണയോടുകൂടി പഞ്ചായത്ത് ഭരിക്കുകയാണ് CPM. ഒരു അജണ്ട പാസ്സാക്കണമെങ്കിൽ BJPയുടെ സഹായം ഇവിടെ CPM-ന് ആവശ്യമാണ്. കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദിഖ് അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. എന്തെങ്കിലും രേഖയില്ലാതെ ആർക്കും ഒന്ന് കാട്ടിക്കൂട്ടാനോ ഒന്ന് കാണിച്ചു കൊടുക്കാനോ, ആരെങ്കിലും ചോദിച്ചാൽ അവരെ കബളിപ്പിക്കാനാണെങ്കിലും ഒന്ന് ബോധ്യപ്പെടുത്തി കാണിക്കാൻ എന്തെങ്കിലും ഒരു രേഖ ഒന്നും കൈവശം വെക്കാതെ പഞ്ചായത്ത് ജീവനക്കാർ, പഞ്ചായത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഒന്നും ചെയ്യുകയില്ല എന്ന് നമുക്കറിയാം. എന്നാൽ ഇവിടെയുള്ള രേഖ പുറത്തു കാണിച്ചാൽ അവിടെ അഴിഞ്ഞു വീഴുന്നത് ഈ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അഴിമതിയും ധൂർത്തുമായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് വിവരാവകാശ നിയമത്തെ പോലും ലംഘിച്ച് മറുപടി തരാൻ ഈ പഞ്ചായത്ത് ഭരണസമിതി പഠിക്കുന്നു. മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് P. ബിനു, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ AN സിദ്ധപ്രസാദ്, TV ഷൈൻ, ജിജ ശിവൻ, CS മണികണ്ഠൻ, PC മണികണ്ഠൻ, മധു അന്തിക്കാട്, പഞ്ചായത്ത് മെമ്പർമാരായ ശ്രീദേവി മാധവൻ, ബിന്ദു പ്രദീപ്, KR ദാസൻ, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ജയ സത്യൻ എന്നിവർ സംസാരിച്ചു.